ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കിടക്കാൻ നേരം എൻ്റെ താരോട്ടിനോട് ചോദിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, അവരുടെ സിറ്റുവേഷൻ, അവരുടെ എനർജി, അവർ ഏത് എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും. രണ്ട്, അവരുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എനർജിയാണ്, നിങ്ങളുടെ സമീപകാല ഭാവി എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ 3 കാർഡാണ് എടുത്തിരിക്കുന്നത്. 3 കാർഡ് എടുത്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമത്തെ കാർഡ് ഇതാ. ഇത് കിങ് ഓഫ് വൺസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കിങ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുകൊണ്ടൊന്ന് കണ്ടറിയാൻ നിങ്ങൾ മുഖം തിരിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ചിന്താഗതി മാറ്റിയിട്ട് നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ച് നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ സത്യത്തിൽ കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ വഴിയെ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, ജോലിക്കോ പണത്തിനോ ഒക്കെ പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റെല്ലാം ഉപേക്ഷിച്ചായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ പേഴ്സണാണെങ്കിൽ കിങ് ഓഫ് സോഡാണ്. ഇതും ഒരു മൈനർ ആക്കാനാണ്. അദ്ദേഹവും ഇൻ്റലക്ച്വലായിട്ടിരിക്കുന്ന ആയിട്ടാണ് കാണുന്നത്. വളരെ നല്ലൊരു പവറിൽ അധികാരത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും അദ്ദേഹം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാതെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും നല്ല പവറിൽ നല്ല നിലയിൽ തന്നെ അദ്ദേഹം നിൽക്കുന്നു. നിങ്ങളുടെ സമീപകാല ഭാവി എന്താണെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡാണ് ക്യൂൻ ഓഫ് കപ്സ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലക്ച്വലാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ വൈകാരികമായ ഫീലിംഗ് ഉണ്ട്. പരസ്പരം അറിയാം, പരസ്പരം ഉള്ളിൽ ഇഷ്ടമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ യൂണിവേഴ്സിൽ യോജിപ്പിച്ചാണ് നമുക്ക് നിങ്ങൾക്കറിയാം. പക്ഷേ എന്തോ സാഹചര്യം കൊണ്ട് നിങ്ങളുടെ രണ്ട് വഴിക്കായിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താമസിയാതെ നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ അനുയോജ്യമാണ്. മുന്നോട്ടുള്ള ജീവിതത്തിന് അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റുമെങ്കിൽ, നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മാത്രം നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ശനിയുടെ അപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ശനിയുടെ ദോഷം പോകാൻ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും പ്രായം ചെന്ന വ്യക്തികൾക്ക്, അതായത് ജോലി ചെയ്യുന്ന വലിയ പ്രായം ചെന്ന ആൾക്കാർക്ക്, ചെരുപ്പില്ലാത്തവർക്ക് ഒരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങളുടെ ശനിയുടെ ദോഷം ഒഴിഞ്ഞു പോകുന്നതാണ്. അതൊരു നല്ലൊരു അസ്ട്രോളജി പ്രകാരമുള്ളൊരു വിധി, ഒരു റെമഡിയാണ്. നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഇറ്റ് ആൻഡ് കമൻറ്റ് ഇറ്റ്. അപ്പോഴേ എനിക്ക് നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.